ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ അവസാന നാളുകളിലും ഒരു വലിയ ശനിയാഴ്ചയിലുമാണ് നാം ആയിരിക്കുന്നത്. ഈ ദിവസം എന്ത് പ്രാധാന്യമാണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് വചനത്തിലൂടെ പരിശോധിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 62 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ കല്ലറയ്ക്കൽ കാവൽക്കാരെ ആവശ്യപ്പെട്ടുകൊണ്ട് മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിനെ ചെന്ന് കാണുകയും കാവൽക്കൂട്ടത്തെ അവിടത്തേക്കായി നിയോഗിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമൻ ഗവൺമെൻറ്റും പരീശന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അടങ്ങുന്ന യഹൂദ മത നേതൃത്വവും എല്ലാം ശുഭമെന്ന് കരുതിയിരുന്ന ഒരു ദിവസം, ആശ്വസിച്ചിരുന്ന ദിവസം. ഇനി എന്താണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത് എന്ന് ദേശമൊക്കെയും ഒറ്റുനോക്കിയ ദിവസം. പ്രിയമുള്ളവരെ, വചനത്തിൽ നിന്ന് ഈ ദിവസത്തിന് ഉണ്ടായിരുന്ന പ്രാധാന്യങ്ങളെ നമുക്കിങ്ങനെ ചിന്തിക്കാം. ഒന്ന്, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് മുള പൊട്ടുവാൻ എടുക്കുന്ന സമയം, ആ ഒരു ഇടവേള, അതായിരുന്നു ഈ ശനിയാഴ്ചയുടെ ദൈർഘ്യം. പിറ്റേന്ന് അതിരാവിലെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തന്നെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആർക്കും തടഞ്ഞു വയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല, ആർക്കും പിടിച്ചു വയ്ക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാവൽക്കാർ മരിച്ചവരെ പോലെയാകുന്നു. ആ ഒരു ഉയർപ്പിൻ്റെ, ഉത്ഥാനത്തിൻ്റെ ദിവ്യ അനുഭവത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് മൗനത്തിൻ്റെ കുറച്ച് മണിക്കൂറുകൾ, നിശബ്ദതയുടെ കുറച്ച് മണിക്കൂറുകൾ, ചത്ത് ജീവന്റെ പുതുനാമ്പെടുക്കുവാൻ പ്രകൃതി അനുവദിക്കുന്ന സമയം പോലെ കർത്താവ് തൻ്റെ ജീവനെ തിരിച്ചേറ്റുവാങ്ങുവാനായി കാത്തിരിക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, എല്ലാ ക്രൂശീകരണങ്ങളും എല്ലാ ദുഃഖവെള്ളിയും എന്നേക്കുമായി നമ്മെ തളച്ചിടുന്ന അനുഭവം അല്ല നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഒരു വലിയ ശനിയാഴ്ചയുണ്ട്. അത് കാത്തിരിപ്പിൻ്റെതാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ശക്തി ആർജിക്കുവാനുള്ള, നിലത്ത് വീണ് ചത്ത് മുളപൊട്ടി ഫലം പുറപ്പെടുവിക്കേണ്ടുന്നതിന് വളർന്നു പൊങ്ങുവാനുള്ള ഒരു കാത്തിരിപ്പിൻ്റെ അനുഭവം. ഇത് ക്രൈസ്തവരാകുന്ന നമ്മുടെ ജീവിതത്തിലും അനിവാര്യമാണ് എന്ന് ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായി 130-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഏതൊരു പീഡാനുഭവത്തിനും പിന്നിൽ ഒരു ഉയിർപ്പിൻ്റെ അനുഭവമുണ്ട് എന്ന് ഈ വചനം നമുക്ക് ഉറപ്പു തരികയാണ്. കർത്താവിൽ പ്രത്യാശ വച്ചിരുന്നാൽ, കാത്തിരുന്നാൽ, ഉയിർപ്പിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെടുന്ന ആ ദിവ്യത അനുഭവങ്ങളെ നമുക്ക് അനുഭവേദ്യമാക്കുവാൻ സാധിക്കും. യോനായുടെ ജീവിതം വ്യക്തമായിട്ട് നാം പഠിക്കുന്നുണ്ട്. മഹാമത്സ്യം വിഴുങ്ങി 3 രാവും പകലും മത്സ്യത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു കാത്തിരിപ്പുണ്ട്. സർവശക്തൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ആ ദിവ്യമായ നിമിഷം. പ്രിയമുള്ളവരെ, കർത്താവിൽ പ്രത്യാശ വച്ച് നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ നാം അകപ്പെട്ടു പോകുന്ന കല്ലറ കണക്കുള്ള മുദ്ര ചെയ്ത, പീലാത്തോസിൻ്റെ മുദ്രമോതിരം വെച്ച് മുദ്ര ചെയ്ത ആ അനുഭവം കണക്കുള്ള വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് പോലും പുറത്തു വരുവാൻ, ഒരു ഉയർപ്പ് നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ഈ ദിവസം നമ്മെ പഠിപ്പിക്കും. ഈ ദിവസത്തിൽ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ ഈ വചനത്തിൽ കാണുന്നില്ല. ഈ ദിവസം നമ്മെ അല്പക്കൂടെ മൗനമായി കാത്തിരിക്കുവാൻ പഠിപ്പിക്കുന്നു. ആവലാദികൾ 1
മാറ്റിവെച്ച് കർത്താവിൻ്റെ തിരുപാദപീഠത്തിൽ നിന്ന് ശാന്തമായി കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കതിന് സാധിക്കട്ടെ. കർത്താവിൽ ശരണപ്പെടാം, കർത്താവിൽ പ്രത്യാശ വയ്ക്കാം, കർത്താവിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ നല്ല ദിവസം ഞങ്ങളോട് സംസാരിക്കുന്ന ചില അനുഭവങ്ങളും ഞങ്ങളുടെ പലവിധ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും ഞങ്ങൾ ആവലാതിയോടും ആശങ്കയോടും നെടുവേർപ്പോടും പല വിധത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വിഷമതകളെ മുന്നോട്ട് വയ്ക്കുമ്പോൾ മൗനമായി ദൈവത്തിനായി കാത്തിരിക്കുവാൻ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുവാൻ വചനത്തിലൂടെ ഞങ്ങളെ പ്രബോധിപ്പിച്ചതിന് നന്ദി. അത്തരമൊരു ജീവിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ സായുക്തമാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആമേൻ.